കൈപ്പറ്റുകളായി ഭൂമി മലയാളത്തിൽ നിങ്ങൾ മടവൂരികൾക്കെതിൽ പ്രസംഗിച്ചതല്ലേ? അതൊക്കെ തിരുത്താൻ പറ്റുമോ? നിങ്ങൾ പിൻവലിച്ചിട്ടുണ്ടോ ആ CD? ഒരു പ്രബോധകൻ മുഖ്യ ശത്രു എന്ന പേരിൽ ഒരു ക്ലാസ് എടുത്തതിന്റെ പേരിൽ അദ്ദേഹത്തെ കൊണ്ട് CD പിൻവലിപ്പിച്ചു, വിചിന്തനത്തിൽ തിരുത്തു കൊടുപ്പിച്ചു. അതിറക്കിയ സംവാദം മൾട്ടിമീഡിയക്കാരെ കൊണ്ട് വീണ്ടും പരസ്യം കൊടുപ്പിച്ചു. അങ്ങനെയുള്ള നടപടിക്രമങ്ങളൊന്നും ഇവിടെ ഇല്ലല്ലോ. മാത്രല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു ആദർശമാണ്. മൂപ്പര് പറഞ്ഞല്ലോ, ഞങ്ങൾ പ്രതികളായിക്കൊള്ളാം, ഞങ്ങൾക്ക് പ്രശ്നമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് പ്രശ്നമാണ്. അതിന് മൂപ്പര് കമന്റ് കണ്ടോ, സക്കരിയ സലാഹിക്ക് പ്രശ്നമാണ്. കാരണം എന്താ അറിയോ, ഞങ്ങളെ ക്ലിപ്പിംഗ് ഇടാൻ പറ്റൂല. അതാ മൂപ്പർക്ക് ആകെയുള്ള പ്രശ്നം. അതല്ല ഇവിടുത്തെ പ്രശ്നം, ഈ ആദർശത്തിന്റെ പ്രശ്നമാണത്. മുജാഹിദ് പ്രസ്ഥാനം ഇന്നോളം കാത്തു സൂക്ഷിച്ച ആദർശം, മുജാഹിദ് പ്രസ്ഥാനം ഇന്നോളം തൗഹീദിന്റെ വിഷയത്തിൽ ഒന്നും തിരുത്തി പറയേണ്ടി വന്നിട്ടില്ല. 2012 വരെ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞ ആദർശം അങ്ങനെ തന്നെ നിൽക്കാണ്. അത് തിരുത്തി പറയണമെന്നാണ് അവർ പറയുന്നത്. അത് പ്രശ്നമാണ്. ഒരാദർശ പ്രസ്ഥാനത്തിന് പ്രശ്നമാണ്, സാധാരണ പ്രവർത്തകർക്ക് പ്രശ്നമാണ്. ഈ ക്ലിപ്പ് ഇങ്ങനെ കാണിച്ചിട്ട് പറയാണ്. അപ്പൊ ഞാൻ അതിൽ ഒപ്പിട്ട് കൊടുത്താൽ എന്തായിരിക്കും സ്ഥിതി? എന്റെ ക്ലിപ്പ് ഇങ്ങനെ ഇടും, മണ്ണാർക്കാട്ടത്തെ കണ്ടോ, ശിർക്കല്ല, ഇസ്തിഗാസക്ക് തെളിവില്ല. ഇപ്പൊ അയാൾ എന്നെ ഒപ്പിട്ടു. അതെന്താ? അത് ഞങ്ങൾ അനസ്മൗലി തൗബ ചെയ്തണ് എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ഇതൊരു പ്രസ്ഥാനത്തിന്റെ ആദർശമാണ്. അപ്പൊ മുജാഹിദുകൾ എല്ലാ പണ്ഡിതന്മാരും കൂടിയിട്ട് കോഴിക്കോട് സമ്മേളനത്തിൽ ഒരു കുംഭസാര സെഷൻ തന്നെ വെച്ചളയാം. മുതലാളി ഇങ്ങനെ ഓയിച്ചു കൊടുക്കുക, ഞങ്ങളെല്ലാം ആ പറഞ്ഞത് അയേ നൂനി. എന്തൊരവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ കുംഭസരിക്കുന്ന ഏർപ്പാടത് എവിടേക്കാങ്ങൾ ഈ പ്രസ്ഥാനത്ത് കൊണ്ടുപോകുന്നത്? എന്നിട്ട് ഞങ്ങളെ പേരിൽ ശിർക്ക് ആരോപിച്ച് പാവപ്പെട്ട മുജാഹിദ് പ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിച്ച് നിർത്തിക്ക. ആ സക്കരിയ സലാഹിന്റെ ഒക്കെ കുറച്ച് ശിർക്ക് ഉള്ള തന്നെ ഏട്ടാ. സലഫിന്റെ കരച്ചിലുണ്ടല്ലോ നിങ്ങള്. ഓ, അങ്ങനെ കരയാൻ പറ്റിയ സൂപ്പർ സ്റ്റാറുകൾ അവർ കരയേണ്ടടുത്ത് കരയും, ചിരിക്കേണ്ടടുത്ത് ചിരിക്കും. അതൊക്കെ നല്ല അഭിനേതാക്കളാ. അതുകൊണ്ടൊന്നും ഈ ആദർശം പെടതാക്കണ്ട. ഇത് കണ്ടിട്ടിപ്പോ സുന്നികളെന്താ പറയുന്നറിയോ? അനസേജ് ഷഹാദത്ത് കലിമന്നെ ചൊല്ലണം, തൗബ ചെയ്താ പോരാ. അത് അനസിനോട് മാത്രല്ല, മുജാഹിദുകളോട് എല്ലാവരോടാ പറയുന്നത്. നമ്മൾ ആദർശം മാറി, നമ്മളിപ്പൊ ഇനി തൗബ ചെയ്യണം. ഇത്ര കാലം നിങ്ങൾ പറഞ്ഞത് തിരുത്തിയതിന് നിങ്ങൾ ഷഹാദത്ത് കലിമ മാറ്റിച്ചെല്ലണം എന്നാ ഖുറാഫികൾ പറയുന്നത്. ഇങ്ങനെ ഈ പ്രസ്ഥാനത്തിന് അന്യ സംപ്രസ്ഥാനങ്ങൾക്കിടയിൽ നാണക്കേടുണ്ടാക്കിയ ഈ മൂവർ സംഘം അവർക്ക് ശിർക്കാന്ന് തോന്നുമ്പോൾ നമ്മൾ ശിർക്കാന്ന് പറയാം, അവർ ശിർക്കല്ലാരും ശിർക്കല്ല എന്ന് പറയാം. അയാൾ AKPCT ഉണ്ടാക്കിയിട്ട് കമ്മ്യൂണിസ്റ്റ് സംഘടന ഉണ്ടാക്കിയപ്പോൾ നമ്മളെല്ലാവരും കമ്മ്യൂണിസ്റ്റത്തെ ന്യായീകരിക്കാം. അയാളിപ്പോൾ ലീഗിന്റെ പിന്നാലെ കൂടിയിട്ട് സിൻഡിക്കേറ്റും പ്രസ്ഥാനം നമ്മൾ ലീഗിന്റെ പിന്നാലെ കൂടാ. ഇങ്ങനെ ഇയാൾക്ക് ഒപ്പിച്ച് ഇങ്ങനെ നടക്കണ പണിയാ മുജാഹിദീങ്ങൾക്ക് തന്നെ. ഇയാൾ കൗൺസിൽ CD പുറത്തുവിട്ടു. സംയുക്ത കൗൺസിലിന്റെ KNM, ISM, MSM, MGM സംയുക്ത കൗൺസിലിന്റെ CD ഇയാൾ പുറത്തുവിട്ടു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലില്ലാത്തതാ. കത്ത് കൊണ്ടുവന്നവർ മാത്രം കയറ്റുന്ന നമ്മുടെ പ്രധാനപ്പെട്ട പരമാധികാര സഭയിൽ നടന്ന ചർച്ച മടവൂരികൾക്ക് ഇട്ടുകൊടുത്തു എന്ന് പരാതി കൊടുത്തത് അദ്ദേഹത്തിന്റെ സഹോദരൻ അബ്ദുള്ള സുല്ലമിയാണ്. അല്ലേ? നടപടിയെടുത്തോ? KNM ശാസിച്ചോ? വിശദീകരണം ചോദിച്ചില്ല. ഇതുവരെയും ചോദിച്ചില്ല. സംസ്ഥാന കൗൺസിൽ അബ്ദുള്ള സുല്ലമി പരാതി കൊടുത്തില്ലേ? ഈ ചാരപ്പണികളൊക്കെ ഇവിടെ കണ്ണൂർ ശില്പശാലയിൽ ചോദിച്ചു. KKP അബ്ദുള്ളയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ചാരപ്പണികൾ KKP അബ്ദുള്ളയുടെ ഫോൺ ക്ലിപ്പിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. അന്വേഷണത്തെ നേരിടാൻ തയ്യാറുണ്ടോ? പിശാച് സമ്മേളനം നടത്തിയവർ ഒഴിഞ്ഞു മാറി. അന്വേഷണം നേരിടാൻ തയ്യാറുണ്ടോ? ഞങ്ങൾ ഇപ്പോഴും ചോദിക്കാണ്. നിങ്ങൾ കണ്ടോ എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ ഇപ്പോ കണ്ണേറിനെ പറ്റി ചോദ്യം വന്നു ജാമ്യയില്. മിണ്ടാൻ കഴിയുന്നില്ല അനസ് മൗലവിക്ക്. കാരണം എന്താ? കൊണ്ട് നടക്കുന്ന ഗ്രൂപ്പ് അതിനൊക്കെ നിഷേധിക്കുന്ന പക്കാദീസ് നിഷേധികളാ. നിങ്ങൾ ആ ചോദ്യം ഒന്ന് കാണിച്ചു കൊടുക്കി. കണ്ണേറ് ഫലിക്കും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കണ്ണേറിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒരു കുളി ചികിത്സ സാധാരണ കേൾക്കാറുണ്ട്. കുളി ചികിത്സ എന്ന് പറഞ്ഞാൽ കണ്ണേറ് ബാധിക്കാൻ കാരണമായവൻ വുളു എടുത്ത വെള്ളം കണ്ണേറ് ബാധിച്ചവൻ്റെ തലയിൽ ഒഴിക്കുന്ന ഒരു ചികിത്സ. ഇത് ശരിയാണോ? ഹദീസുകൾ വന്നിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ ആരെങ്കിലും വുളു എടുത്ത് തരാൻ ഒരാൾ ആവശ്യപ്പെട്ടാൽ വുളു എടുത്ത് കൊടുക്കണമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ ഹദീസിൽ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടെങ്കിൽ ആ ഹദീസ് സ്വീകാര്യമാണോ? സ്വീകാര്യമാണെങ്കിൽ അതിൽ എന്ത് നിലപാടാണ് നാം സ്വീകരിക്കേണ്ടത്? അത് നിഷേധിച്ചാൽ കുറ്റക്കാരനാകുമോ? അത് അംഗീകരിക്കുകയാണെങ്കിൽ അന്ധവിശ്വാസിയാവില്ല എന്നാണ് എൻ്റെ ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
അടിസ്ഥാനപരമായി മുജാഹിദ് പ്രസ്ഥാനത്തിനിടയിൽ ചില ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഖുറാഫാത്തുകൾ, അന്ധവിശ്വാസങ്ങൾ, അതിൽ ശിർക്ക് കലർന്നത്, ശിർക്ക് കലരാത്തത്, ഇതാണ് ഇവിടെ സവിസ്തരം വിശദീകരിച്ചത്. ചോദ്യകർത്താവ് ആദ്യത്തെ ചോദ്യം ഉന്നയിച്ചിട്ടുള്ളത് കണ്ണേറുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അതിൻ്റെ അകമ്പൊരുൾ നന്നായി മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകളാണ് ഇവിടെയുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ ചോദ്യം അപ്രസക്തമാണ്. കണ്ണേറുമായി ബന്ധപ്പെട്ട് വന്ന ഹദീത്തുകളുണ്ട്. ആ ഹദീത്തുകളിൽ, സ്വഹീഹായ ഹദീത്തുകളിൽ പരാമർശിക്കപ്പെട്ട വിഷയം സ്വീകാര്യമാണോ എന്ന ചോദ്യം അപ്രസക്തമാണ്. കാരണം കണ്ണേറുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല, സിഹ്റുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല, അതുപോലെ തന്നെ തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല, സ്ത്രീ പള്ളി പ്രവേശവുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല, ഇസ്ലാം ദീനിൽ അടിമുതൽ മുടിവരെയുള്ള മുഴുവൻ കാര്യങ്ങളും, അതിൽ മാ ഖാലല്ലാഹു വ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു പറഞ്ഞതും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതും സർവ നിലയിലും മനസ്സുകൊണ്ട് അംഗീകരിച്ചവരും നാവ് കൊണ്ട് പ്രഖ്യാപിക്കുന്നവരും ഉറക്കെ പറയുന്നവരുമാണ് മുജാഹിദുകൾ. അവർക്കാണ് മുജാഹിദ് എന്ന് പറയുന്നത്, അവർക്കാണ് സലഫികൾ എന്ന് പറയുന്നത്. ആ സലഫിയത്ത് മടവൂരികൾക്കില്ല. ആ സലഫിയത്ത് ഇന്ന് ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന, ജിന്നിനോട് തേടാമെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കില്ല. ജിന്നിനോട് തേടൽ ശിർക്കല്ല എന്ന് പറയുന്ന ആരെങ്കിലും ഇന്ന് കേരളത്തിലോ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലോ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അവർക്ക് ഈ സലഫിയത്തില്ല. റുഖയ്യ ശർഇയ്യ എന്ന പേര് പറഞ്ഞുകൊണ്ട് ജിന്നിനെ അടിക്കണമെന്ന് പറയുന്നവർ, ആ ജിന്നിനെ അടിക്കുന്നത് എങ്ങനെ? ജിന്നിനെ പോയി അടിക്കാൻ പറ്റില്ല, ജിന്ന് കൂടിയവനെ അടിക്കണമെന്ന് പറയുന്നവർ, അതുപോലെ തന്നെ ജിന്ന് കൂടിയവന്റെ ചങ്കിൽ ചവിട്ടണമെന്ന് പറയുന്നവർ, അങ്ങനെ ചങ്കിൽ ചവിട്ട് ജിന്നിനെ ഇറക്കണമെന്ന് പറയുന്നവർക്ക് ഈ സലഫിയത്തില്ല. കേരള ജമിയത്തുൽ ഉലമ എടുത്ത തീരുമാനം അത് കഴുതത്തലയന്മാരുടെ തീരുമാനമാണെന്ന് കേരളത്തിന്റെ മുക്കുമൂലകളിൽ പറഞ്ഞു നടക്കുന്നവന് ഈ സലഫിയത്തില്ല. നിങ്ങൾ മനസ്സിലാക്കണം, സലഫിയത്തിനെ മറപിടിച്ചുകൊണ്ട് അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാം. സലഫിയത്തിന്റെ മറപിടിച്ചുകൊണ്ട് ശിർക്കായ കാര്യത്തെ ശിർക്കല്ല എന്ന് പ്രചരിപ്പിക്കാം എന്ന നിലയിൽ ആരെങ്കിലും വ്യാമോഹം വെച്ച് നടക്കുന്നുവെങ്കിൽ കേരളക്കരയിൽ മുജാഹിദുകൾക്കിടയിൽ ഇനി അത് വില പോവില്ല. സർവ മറകളും ഞങ്ങൾ പറിച്ചു നീക്കുക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങൾ വിഷയാവതരണം കേട്ടുവല്ലോ, അടിസ്ഥാനപരമായ ചില വിഷയങ്ങൾ ഇവിടെ പറഞ്ഞുവല്ലോ. ഈ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ സംശയമുള്ളവർ എഴുന്നേറ്റ് ചോദിക്കട്ടെ, അവർക്ക് ഉത്തരം നൽകാം. കണ്ണേർ നിങ്ങൾക്ക് ചർച്ച ചെയ്യണോ? മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് യാതൊരുവിധ സംശയവുമില്ല. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ വിഷയമായി നിങ്ങൾ മനസ്സിലാക്കുകയും വേണ്ട. നേരെ മറിച്ച് ഇസ്ലാമിക ജീവിതം എന്ന് പറയുന്ന പുസ്തകത്തിൽ മഹാനായ അമാനി മൗലവി വളരെ മുമ്പ് തന്നെ വളരെ വിശദമായി കൊണ്ട് കണ്ണേറിനെ സംബന്ധിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്. മുജാഹിദുകൾ, തലതെരച്ച മുജാഹിദുകൾ, അവർ വാങ്ങി അവരുടെ വീടുകളിൽ സൂക്ഷിച്ചവർ വായിച്ചു പഠിച്ച പുസ്തകമാണിത്. ആ പുസ്തകം പോയി വായിച്ചു നോക്കൂ. അതല്ല, നിങ്ങൾക്ക് ഉദ്ധരിക്കാവുന്ന ഹദീസുകൾ ഉണ്ടെങ്കിൽ ആ ഹദീസുകൾ ഇമാം മുസ്ലിം ഒന്നിന് പുറകെ ഒന്നായി ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഇമാം മുസ്ലിമിലെ ആ ഹദീസുകൾ വായിച്ചു നോക്കൂ. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഹദീസ് സ്വഹീഹായി വന്നിട്ടുണ്ട് എങ്കിൽ ആ സ്വഹീഹായി വന്ന ഹദീസുകളെ സ്വീകരിക്കാൻ ഒരു തടസ്സവും ഇല്ല, എവിടെയും ഇല്ല, ഒരിടത്തുമില്ല. അപ്പോ ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതങ്ങനെ പോവുകയാണ്. ചോദ്യം എന്താ? നിങ്ങൾ ആലോചിച്ച് നോക്കി, കണ്ണേറിനെ പറ്റി ഹദീസ് വന്നിട്ടുണ്ടോ? ഹദീസ് സ്വീകാര്യമാണോ? അത് അന്ധവിശ്വാസമാണോ? അത് സ്വീകരിച്ചില്ലെങ്കിൽ ഹദീസ് നിഷേധാവോ? അയാൾക്ക് പറയാൻ കഴിയുന്നില്ല. മറുപടി ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ മുമ്പിലിരിക്കുന്നത് ഹദീസ് നിഷേധികളാണ്, പക്ക ഹദീസ് നിഷേധികളാണ്, നവമടവൂരികളാണ് മുമ്പിലിരിക്കുന്നത്. പറഞ്ഞ അയാൾക്ക് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം അയാളിപ്പോ താങ്ങി നടക്കുന്നത്. ഇയാളുടെ ഒരു ഗതികേട് ആലോചിച്ച് നോക്കി നിങ്ങൾ. മടവൂരികളുടെ ഹദീസ് നിഷേധത്തിനതിൽ ഘോരഘോരം പ്രസംഗിച്ച എന്റെ സഹോദരന് വന്ന ഒരു ഗതികേട് ഹദീസൻ പറഞ്ഞു കൊടുത്താൽ പോരെ?
അബ്ദുറഹ്മാൻ സലഫിയോട് പണ്ട് സാൽവേഷനിൽ ജിന്നിനെ കുറിച്ച് ചോദ്യം ചോദിച്ചു. മൂപ്പരങ്ങിട്ട് പ്രസംഗിച്ച് മക്കം മൗലവി KM മൗലവി ചോദ്യം ജിന്ന മടവൂരികൾ നിന്നിട്ടാ ക്ലിപ്പിട്ട് ഇടയ്ക്ക് ആ ചോദ്യം ഇങ്ങനെ ഇടും. മൗലവി ചോദ്യം ജിന്നാണ്, മക്കം മൗലവി KM മൗലവി എന്ന് പറഞ്ഞതുപോലെ അപ്പോഴുള്ള കഥാണ്. എന്താണ് പ്രമാണത്തിലുള്ളത് പറയാൻ ഇവർക്ക് ധൈര്യമല്ല. അത് ധൈര്യമില്ലാത്ത എന്താ? പിന്നിലുള്ള ഹദീസ് നിഷേധികളെ തൃപ്തിപ്പെടുത്താനാ. ഇപ്പൊ കണ്ടോ, KKPയെ പറ്റിയും മഞ്ഞ പുസ്തകത്തെ പറ്റിയും ഒക്കെ അനസും അനീഫയും ഇപ്പൊ നാക്കെടുത്ത് മിണ്ടുന്നില്ല. കാരണം എന്താ? ആ കോക്കസ് അപ്പൊ കൊണ്ടുനടക്കുന്നത് തന്നെ. അന്ന് മുജാഹിദുകളെ വഞ്ചിക്കാൻ പറഞ്ഞതാ, തൂക്കൊപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതൊരു തരത്തിലുള്ള മുജാഹിദ് പ്രസ്ഥാനത്തെ നശിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തെ ആളുകൾക്കിടയിൽ മാനം കെടുത്താനുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാ പറയുന്നത് അറിയപ്പങ്ങള്? ജിന്നുകള് KJ ഇറക്കിയ പുസ്തകത്തെ സംബന്ധിച്ച് 38 പേർ ഒപ്പിട്ടൊരു കത്ത് കൊടുത്തു. ആ കത്ത് കൊടുത്തതിനെ പറ്റി ഇപ്പൊ എന്താ പറഞ്ഞറിയോ? 38 പോത്തുകൾ. ഇന്നലെയും പറഞ്ഞത്രേ, വയനാട്ടിൽ നിന്ന് ഹംസബാഖവി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരള ജമിയത്തുലമയുടെയും KNMന്റെയും വിശദീകരണ യോഗം നടക്കുന്ന ഒരു സദസ്സിൽ വെച്ചിട്ട് നമ്മുടെ പ്രബോധകന്മാരായ 38 ആളുകൾ, അബ്ദുല്ല സുല്ലമി, ആമയൂർ, സുഹൈർ ചുങ്കത്ര, അബൂബക്കർ സലഫി, മുബാറക് ബിൻ ഉമർ, അബ്ദുള്ള സുല്ലമി, അബ്ദുൽ ലത്തീഫ് സുല്ലമി, ആറഞ്ചേരി, അബ്ദുൽ റഊഫ് നദ്വി, അബ്ദുല്ലമി സുല്ലമി, ഷമീർ മദീനി, അബ്ദുറഹ്മാൻ അൻസാരി എന്ന് തുടങ്ങി ഷാഫി സലായി, സാജി തിരൂരങ്ങാടി, നമ്മുടെ ഈ പ്രസംഗ പ്രബോധന രംഗത്തുള്ള ഒരുപാട് ആളുകൾ അവരെല്ലാവരും ഒപ്പിട്ട് കൊടുത്തിന് 38 പോത്തുകൾ. ഇവിടെ അങ്ങാടിയിലെങ്കിലും ഒരാളെ പോത്തേന്ന് വിളിക്കുമോ? അല്ലാതെ സാധാരണ അങ്ങാടി മാർക്കറ്റിൽ പണിയിരിക്കണോ മറ്റത്തിനെ പോത്തേന്ന് വിളിച്ചാൽ ദേഷ്യം പിടിക്കൂലേ? എന്നാൽ പണ്ഡിതന്മാരായ 38 പേര് ഒപ്പിട്ട് കൊടുത്തിട്ട് ദായിമാരായ ആളുകളും പണ്ഡിതന്മാരായ ആളുകളും കൂടി ഒപ്പിട്ട് കൊടുത്തിട്ട് ഇയാൾ പറയാം 38 പോത്തുകൾ എന്ന്. ഒരു ബാക്കവിയാ കയറിയിട്ട് പറയണത്. അതിലൊരു മകൻ എൻ്റെ ഷാഫി സലായിയാണ്, ഓനാണ് ഒരു പോത്ത്. അപ്പൊ തൃശ്ശൂരിൽ സദസ്യർക്കല്ല, അപ്പൊ നിങ്ങളോന്ന് ചോദിച്ച്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ സദസ്സിൽ വെച്ചൊരു പണ്ഡിതൻ പറയാണ് ഇവർ ഇത്രമാത്രം തരം താഴ്ന്നു പോയല്ലോ എന്നാ ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഇത് കണ്ടോ, PN അബ്ദുൽ ലത്തീഫ് അതിന്റെ നേതൃത്വത്തിൽ ഞങ്ങളെടുത്ത തീരുമാനം അത്. കുഞ്ഞു മുഹമ്മദ് പറപ്പൂര്, PN അബ്ദുൽ ലത്തീഫ് പതിനി, അബ്ദുറഹ്മാൻ സലഫി, സക്കരിയ സലാഹി, ഞാന്, അബൂബക്കർ സലഫി, അനീഫ് കായക്കൊടി, ഷമീർ മദനി, ഷംസുദ്ദീൻ P, ഹംസ മദീനി, അഹമ്മദ് അനസ്. കണ്ടോ, ഇവരൊക്കെ എടുത്ത തീരുമാനം. ഈ തീരുമാനത്തിൽ 11 മാത്രം വായിക്കും. ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് തൗഹീദിന് വിരുദ്ധവും ശിർക്കുമാണ്. അത് മാത്രം എൻ്റെ കുറ്റപത്രത്തിലുള്ളത്. ബാക്കി 13 തീരുമാനത്തില് 11ഉം 12ഉം വിഴുങ്ങാണ്. കാരണം എന്താ അറിയോ? ജിന്ന് ബാധിക്കും, ജിന്ന് ബാധ മൂലം രോഗമുണ്ടാകും, രോഗമുണ്ടായാൽ റുഖ്യ ശർഇയ്യ വേണം, ഈ റുഖ്യ ശർഇയ്യ ജനങ്ങളെ പഠിപ്പിക്കേണ്ടതാണ് എന്നൊക്കെ വ്യക്തമാക്കുന്ന തീരുമാനമാണ്. ആ തീരുമാനത്തെ കുറിച്ച് ഇപ്പോ അതിനെ കൊച്ചാക്കി സംസാരിക്കുക. ഇപ്പൊ ചില ആൾക്ക് ജമിയത്തിന്റെ തീരുമാനത്തെക്കാളും വലുത് 10 ആളെടുത്ത തീരുമാനമാണ്. ആ തീരുമാനം കെടവണ്ണയിൽ നടന്ന സംയുക്ത കൗൺസിലിൽ അബ്ദുറഹ്മാൻ സലഫി പ്രഖ്യാപിച്ചു. അതിൽ ഒരിന്തും തന്റെ ജമിയത്തിന്റെ തീരുമാനത്തിനെതിരില്ല. അങ്ങനെ അംഗീകരിച്ച തീരുമാനമാണ്. KJU നേതാക്കൾ സ്റ്റേജിലിരുത്തി അംഗീകരിച്ച തീരുമാനമാണ്. ആ തീരുമാനത്തെ പോലും കൊച്ചാക്കി സംസാരിക്കുന്നു. കാരണം എന്താ? ഇപ്പൊ അതിനൊക്കെ എതിര് പറയേണ്ട അവസ്ഥയിലാണ് അവരുള്ളത്. ഒപ്പിട്ടത് KKP പറയുന്നത് അബ്ദുറഹ്മാൻ സലഫി ട്രാപ്പ് കുടുങ്ങിയതാണ് എന്നാ KKP പറയുന്നത്. കണ്ടോ? അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അതിനെ തള്ളി പറയേണ്ട ഗതികേടാണ് അവർക്കുള്ളത്. ഇനി സുഹൃത്തുക്കളെ, മൂവാറ്റുപുഴ സംവാദത്തെ കുറിച്ച് ലപ്പാദാരിമി പറയുന്ന ഒരു ക്ലിപ്പ് കൂടി നിങ്ങൾ കേൾക്കണം. എന്നിട്ട് നമ്മൾ അനസ് മൗലവി ഒരു ക്ലിപ്പ് കട്ട് മുറിച്ചത്, മൂപ്പര് ക്ലിപ്പ് തന്നെ മൂപ്പര് മുറിച്ചത്, വേറുള്ളത് മുറിക്കല്ല, സ്വന്തം ക്ലിപ്പ് തന്നെ മുറിച്ചത്, അതുകൂടി കേൾപ്പിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. നൂറുദ്ദീൻ ലബ്ബാദാരിമി അദ്ദേഹം നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് വന്നു. മൂവാറ്റുപുഴയിൽ സംവാദം ഏറ്റെടുത്ത അദ്ദേഹമാണ്. നിങ്ങൾ ഇരിക്കുന്നത് കാണാം അദ്ദേഹത്തെ. അദ്ദേഹം ഇപ്പോൾ മൂവാറ്റുപുഴ സംവാദത്തിൽ വന്ന വിഷയത്തെക്കുറിച്ചും യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ഹദീസിനെ സംബന്ധിച്ചുമൊക്കെ പറയുന്നത് കേട്ടോളൂ. മൂവാറ്റുപുഴ സംവാദത്തില് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതിന് തെളിവായിട്ട് കാന്തപുരം സമസ്തക്കാര് ഉന്നയിച്ച ഒരു ഹദീസായിരുന്നു യാ ഇബാദല്ലാഹ് അഈനൂനി എന്നത്. യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട്, ഹദീസിന്റെ ആശയം ഉദ്ധരിച്ചുകൊണ്ട് വിജനമായൊരു സ്ഥലത്ത് എത്തിപ്പെടുന്ന ഒരാള് അയാളുടെ വാഹനമോ മറ്റോ കാണാതാകുന്ന സമയത്ത് യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് അയാൾ വിളിച്ചു പറഞ്ഞാൽ അത് ശിർക്കാണോ
എന്ന ചോദ്യത്തിന് അവിടെ മറുപടി പറഞ്ഞത്, കാന്തപുരം സമസ്തക്കാർ നടത്തുന്ന അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന അത് ജിന്നിനോടാകട്ടെ മലക്കിനോടാകട്ടെ മറ്റു ആരോടാകട്ടെ അത് ശിർക്കാണ് എന്നാണ് മറുപടി പറഞ്ഞത്. എന്നാൽ അവിടെ ആ ഹദീസ് ശിർക്കാണെന്ന് മറുപടിയിൽ വ്യക്തമല്ലെങ്കിൽ പോലും അവിടെ ഹദീസ് ശിർക്കാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് സംസാരിച്ചതും നൗഷാദ് ഹസനി മറുപടി പറഞ്ഞതും ഈ ഹദീസ് ഇവർ ശിർക്കാക്കുന്നു എന്ന അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഹദീസ് ശിർക്കാണെന്ന അടിസ്ഥാനത്തിൽ ആണ് ഇവർ മറുപടി പറഞ്ഞത് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ നൗഷാദ് ഹസനി സംസാരിച്ചുവെങ്കിൽ പോലും ഈ ഹദീസ് ശിർക്കല്ല എന്ന് പറയാൻ ഇവരും തയ്യാറായില്ല. പിന്നീട് വിവാദങ്ങൾ അത് കത്തിപ്പടർന്നു. അപ്പോഴും ഹദീസ് ശിർക്കാണ് എന്ന അടിസ്ഥാനത്തിലാണ് മുഴുവൻ ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്നത്. സംവാദത്തിന് വന്ന അതിന്റെ തലേ ദിവസം ഹനീഫും അനസും കൂടി വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഈ ജിന്ന് സിഹിർ വിഷയങ്ങളൊക്കെ ഇങ്ങനെ വലിയ വിവാദമായിരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ അവർ ആദ്യമായി യാ ഇബാദല്ലാ അഈനൂനി എന്ന ഹദീസായിരിക്കും ചോദിക്കുന്നത്. നിങ്ങൾ മണ്ണാറക്കാട് അന്ന് നമ്മൾ സ്വീകരിച്ച നിലപാട് തന്നെ അന്ന് അവിടെ പറഞ്ഞ അതേ മറുപടി തന്നെ പറഞ്ഞാൽ മതി. ആ ഹദീസ് ലഈഫാണ്, അത് ഹുജ്ജത്തിന് പറ്റൂല. നമ്മൾ വ്യവസ്ഥ തയ്യാറാക്കിയപ്പോൾ സഹീഹായ ഹദീസ് ഉദ്ധരിക്കണമെന്നാണ് നമ്മൾ വ്യവസ്ഥയിൽ എഴുതിയിരുന്നത്. ഇത് ഹദീസ് ലഈഫാണ് എന്ന് അവിടെ മറുപടി പറയുകയും അപ്പോൾ അവര് ആ ഹദീസ് സഹീഹാണെന്ന ചില ഉദ്ധരണികൾ അവിടെ കൊണ്ടുവരികയും ചെയ്തപ്പോൾ അന്ന് അവിടെ പറഞ്ഞ മറുപടി, സക്കരിയ സ്വലാഹി പറഞ്ഞ മറുപടി, അത് സഹീഹാണെന്ന് വന്നാൽ പോലും നിങ്ങൾക്കതിൽ തെളിവില്ല. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ നിലപാടിന് അവിടെ തെളിവില്ല. കാരണം അവിടെ ലൈസ ബിഹ അനീസുൻ, മനുഷ്യരില്ലാത്ത ഒരു സ്ഥലത്താണ് വിളി, മനുഷ്യരില്ല. അപ്പൊ പിന്നെ ആരെയാണ് വിളിക്കുന്നത്? അവിടെ വല്ല നമ്മളെ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്ന വല്ല മലക്കുകളോ ജിന്നുകളോ ഒക്കെ ആകാം. ഈ മറുപടിയാണെന്ന് പറഞ്ഞത്. ആ മറുപടി അന്ന് പറഞ്ഞതിന് ശേഷം ആ ഹദീസ് അവർ തൊട്ടിട്ടുണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് അതേ മറുപടി തന്നെ പറഞ്ഞാൽ മതി എന്ന് ഞാൻ തലേ ദിവസം വന്ന ഹനീഫിനോടും അനസിനോടും പറഞ്ഞിരുന്നു. പക്ഷേ മറുപടി പറഞ്ഞത് ഈ ഹദീസ് ശിർക്കാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ്. എങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പിറ്റേ ദിവസം സംവാദം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഏതാണെങ്കിലും നിങ്ങൾ പറഞ്ഞ മറുപടി കറക്റ്റാണ്, ഹദീസ് ശിർക്കാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള വകയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഹനീഫ് എന്നോട് ചോദിച്ചത് ആ ഹദീസ് ശിർക്കല്ലേ എന്നാണ്. അപ്പൊ ഏതാണെങ്കിലും ഹദീസ് ശിർക്കാണെന്ന വാദത്തിൽ തന്നെയാണ് അവർ ഉറച്ചു നിൽക്കുന്നതെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. മാത്രവുമല്ല, പിന്നീട് നടന്ന മുഴുവൻ ചർച്ചകളിലും ഈ ഹദീസ് ശിർക്കാണെന്നുള്ള ഒരു നിലപാടാണ് ജമിയത്തുൽ ഉലമ പോലും എടുക്കുന്നത് എനിക്ക് ബോധ്യപ്പെട്ടു. അത് അങ്ങേയറ്റം ഖേദകരമാണ്. കാരണം ഇന്ന് വരെ ലോകത്ത് ഒരൊറ്റ സലഫി പണ്ഡിതനും ഈ ഹദീസ് ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല. ജിന്നിനോടും മലക്കിനോടും സഹായം തേടൽ ശിർക്കാണെന്ന് ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. സക്കരിയ സ്വലാഹിയും ജിന്നിനോടും മലക്കിനോടും സഹായം തേടൽ ശിർക്കാണെന്ന് തന്നെയാണ് അദ്ദേഹം വിശ്വസിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും. അത് പല പ്രഭാഷണങ്ങളിലൂടെ നമ്മൾ കേട്ടതാണ്. അതേസമയം ഈ ഹദീസ് ശിർക്കാണോ, ഹദീസ് ശിർക്കാണെന്ന് നമ്മൾ പറയണ്ട. കാരണം ഒരു സലഫി പണ്ഡിതനും ആ ഹദീസ് ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല. മാത്രവുമല്ല, പല പ്രാമാണികരായ പണ്ഡിതന്മാരും മുസ്ലിം ലോകം ആദരിക്കുന്ന ഒട്ടനവധി പണ്ഡിതന്മാർ ഈ ഹദീസ് ഉദ്ധരിക്കുകയും ചിലര് ഈ ഹദീസ് കൊണ്ട് അമൽ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ അവരൊക്കെ ശിർക്ക് ചെയ്തു എന്ന് മുസ്ലിം ലോകത്ത് നമ്മൾ വരുത്തി തീർക്കുന്ന ഒരു രീതി ഒരിക്കലും നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് ഗുണകരമല്ല. അപ്പോൾ അങ്ങനെ അതിര് കവിഞ്ഞ ഒരു നിലപാട് നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഹദീസ് ലഈഫാണ്, ഇത് തെളിവിന് പറ്റാത്തതാണ്. അതേസമയം ഈ ഹദീസ് കൊണ്ട് അമൽ ചെയ്യൽ ഷിർക്കിലേക്കുള്ള ഒരു വസീലയാണെന്ന് മനസ്സിലാക്കപ്പെടുന്നത് കൊണ്ട് അത് ഹറാമാണ് എന്ന വാദം ആണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്.
അപ്പൊ യഥാർത്ഥത്തിൽ അതൊരു നല്ല നിലപാടാണ്. ഒരു നിലക്കും ഒരു അപാകതയും അതിൽ വരുന്നില്ല. ആ ഒരു നിലപാട് ജമിയത്തുൽ ഉലമ സ്വീകരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഹദീസ് ശിർക്കാണെന്ന് പറഞ്ഞാൽ മാത്രമേ ഒരാൾക്ക് സംഘടനയിൽ നിൽക്കാൻ പറ്റൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ പുറത്താക്കുമെന്നൊരു നിലപാടാണ് ജമിയത്തുൽ ഉലമ ഇപ്പോൾ ഇവിടെ സ്വീകരിച്ചത്. എനിക്കതിനോട് വലിയ യോജിപ്പില്ല. ഞാൻ ജമിയത്തുൽ ഉലമയെ അങ്ങേയറ്റം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും ഇതിന്റെ പേരിൽ ഈ പ്രസ്ഥാനത്തിന്റെ ഒരു പോറൽ ഏൽക്കണമെന്ന് നമ്മൾ ആരും ആഗ്രഹിക്കുകയില്ല. കാരണം ഈ പ്രസ്ഥാനത്തെ മറികടക്കാൻ ഒരു പ്രസ്ഥാനവും ഇന്നിവിടെയില്ല. ആദർശം ഇസ്ലാമിന്റെ അടിസ്ഥാന സിദ്ധാന്തമായ തൗഹീദ്, ആ ആദർശം ഇവിടെ ജനങ്ങളോട് പറയാൻ ഇന്ന് യഥാർത്ഥത്തിൽ ഈ പ്രസ്ഥാനത്തിന് മാത്രമേ അർഹതയുള്ളൂ. അതുകൊണ്ട് അവരുടെ ആ ബാധ്യത സുഗമമായി നമുക്ക് നിർവഹിക്കേണ്ടതുണ്ട്, നിലനിൽക്കേണ്ടതുണ്ട്. ഒരു ഭിന്നിപ്പും ഉണ്ടാകാൻ പാടില്ല. ഇത് തികച്ചും അനാവശ്യമായ ഒരു ഭിന്നിപ്പാണ് ഇവിടെ ഉണ്ടായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് അങ്ങേയറ്റം ഖേദമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെയും ഒരു ഭാഗത്തും ഇറങ്ങിയിട്ടില്ല. കാരണം ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇറങ്ങി ഭിന്നതക്ക് ആക്കം കൂട്ടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഇതെങ്ങനെയെങ്കിലും ഈ മുറിവ് ഉണങ്ങണം, ഇത് യോജിക്കണം, ഇത് എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാനുള്ള ഒരവസരമുണ്ടാകണം. സലഫി മുജാഹിദ് പ്രവർത്തകരെല്ലാം ഒരൊറ്റ മനസ്സോടെ നീങ്ങുന്ന ഒരവസ്ഥ ഉണ്ടാകണമെന്നാണ് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഈ ഹദീസ് ശിർക്കാക്കുന്നത് സലഫി ലോകത്തെ തന്നെ ധിക്കരിക്കലാണ്. അതിൽ നിന്ന് ജമിയത്തുൽ ഉലമ പിന്മാറണം. ജിന്നിനോടും മലക്കിനോടും സഹായം തേടൽ ശിർക്കാണെന്ന നിലപാട് നമ്മൾ അംഗീകരിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്താൽ തന്നെ പ്രശ്നത്തിന് പരിഹാരമാകും. ഈ ഹദീസ് ശിർക്കാക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അതുകൊണ്ട് ഈ ഹദീസ് ശിർക്കാണെന്നുള്ള ആ നിലപാടിനോട് ഞാൻ 100% വിയോജിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഈ വിഷയത്തിലുള്ള അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കാൻ കാരണം, അദ്ദേഹം മൂവാറ്റുപുഴ സംവാദത്തിൽ വിഷയം അവതരിപ്പിച്ച ആളാണ്. നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, അനീഫിനോടും അനസിനോടും മണ്ണാർക്കാട് സ്വീകരിച്ച നിലപാട് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതാണ് സലഫി പണ്ഡിതന്മാർ ഇന്നോളം സ്വീകരിച്ചിട്ടുള്ളത്. അതാണ് സുരക്ഷിതമായ നിലപാട്. ഹദീസ് ദുർബലമാണ്, പക്ഷെ ഹദീസിന്റെ ആശയത്തിൽ ശിർക്കില്ല. ഇവിടെ ഒരു സഹോദരൻ എഴുതി തന്നിട്ടുണ്ട്, യാ ഇബാദല്ലാഹ് ഈനുനി എന്ന ഹദീസ് കൊണ്ട് അമൽ ചെയ്യൽ അനുവദനീയമാണെന്ന് ഇമാം നവവിയും അഹമ്മദും ഷൗക്കാനിയും പോലുള്ള പണ്ഡിതന്മാർ പറയുന്നു. എന്നാൽ നിങ്ങൾ പറയുന്നു ഹറാമാണെന്ന്. ഏതൊക്കെ പണ്ഡിതന്മാരാണ് ഹറാമാണെന്ന് പറയുന്നത്? ഹറാമാണെന്നും ശിർക്കല്ല എന്നും പറയാനുള്ള കാരണമെന്ത്? അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയത്തിൽ എന്തു പറയുന്നു? ഉമർ ഫാറൂഖുമായി യഥാർത്ഥത്തിൽ അമൽ ചെയ്യൽ അനുവദനീയമാണെന്ന് പറഞ്ഞത് ഹദീസ് സ്വഹീഹാണ് എന്ന് മനസ്സിലാക്കിയവരാണ്. അപ്പൊ ഇമാം ഷൗക്കാനി, ഇമാം നവവിയൊക്കെ ഹദീസ് സ്വഹീഹാണെന്ന് വിചാരിച്ചവരാണ്. പക്ഷെ ഹദീസ് ദുർബലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ദുർബലമാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് അമൽ ചെയ്യാൻ പറ്റുകയില്ല എന്ന് പറയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വരെ എത്തുന്ന മൗഖൂഫായ ഒരു സനദുണ്ട്, അത് നബി വരെ എത്തിയിട്ടില്ല, സഹാബിയുടെ വാക്കായിട്ട് എടുത്തിട്ടുള്ളൂ. ഇപ്പൊ അബ്ദുല്ലാഹി ബിൻ മുബാറക് താബിഈ പണ്ഡിതനാണ്, അദ്ദേഹത്തിന് വഴിതെറ്റി. അപ്പൊ അദ്ദേഹത്തിന് ഈ ഹദീസ് ഓർമ്മ വന്നു, തന്റെ ഗ്രന്ഥം എടുത്തു നോക്കി അദ്ദേഹം. അപ്പൊ അതിന്റെ സനദ് അദ്ദേഹത്തിന് ബോധ്യമായില്ല. ഫലം യസ്തജിസ് അൻ യദ്ഉ ബിദുആഇൻ ലാ യർദാ ഇസ്നാദഹു. അപ്പോൾ അദ്ദേഹം ആ വിളിക്കാൻ ഇഷ്ടപ്പെട്ടില്ല, അത് അനുവദനീയമായി കണ്ടില്ല, സനദ് സഹീഹ് അല്ലാത്തത് കൊണ്ട്. അപ്പൊ നമ്മൾ ഹറാമാണെന്ന് പറയാൻ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അത് ദുർബലമാണ്, ഹുജ്ജത്തല്ല. നബിയോ സഹാബത്തോ ജിന്നുകളോടോ മലക്കുകളോടോ ഒരിക്കലും തന്നെ ഒരു സഹായവും തേടിയിട്ടില്ല. അപ്പൊ ഇബാദല്ലാഹ് എന്ന വിളി കൊണ്ട് മുസ്ലിം ജിന്നുകളോ മലക്കുകളോ ആണ് ഉദ്ദേശിക്കുന്നതെന്ന് പണ്ഡിതന്മാര് പലരും വിശദീകരിച്ചിട്ടുണ്ട്. ജിന്ന് മാത്രമല്ല, മലക്കുകളാണെന്ന്. ഇപ്പൊ ഇബ്നു അബ്ബാസിന്റെ റിവായത്തിൽ മലക്കുകൾ മാത്രമാണ് ഉദ്ദേശമെന്ന് അൽബാനിയെ പോലുള്ളവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഒരിക്കലും തന്നെ നമുക്ക് അനുവദനീയമായ കാര്യമോ മാതൃകാപരമോ അല്ല. കാരണം ഹദീസ് ദുർബലമാണ്, തെളിഞ്ഞിട്ടില്ല. ഇബ്നു അബ്ബാസ് അതുകൊണ്ട് ഖൗലായി വേണമെങ്കിൽ എടുക്കാം, പക്ഷേ നബിയിലേക്ക് അത് ചേർത്തി പറയാത്തത് കൊണ്ട് അതൊരിക്കലും തന്നെ നമുക്ക് അമൽ ചെയ്യാൻ പറ്റിയതല്ല. പിന്നെ ശിർക്കല്ല എന്ന് പറയാൻ കാരണം എന്താ? അതിൽ പറഞ്ഞ വിളിയിൽ പ്രാർത്ഥനയില്ല. അതുകൊണ്ട് തന്നെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഉണ്ടാകാനിടയുള്ള, അതാണ് ഹയ്യും ഹദ്റും ഖദ്റും. ഇവിടെ അനസ് മലി കളിയാക്കി തന്നു, ഹയ്യും ഹദ്റും ഖദ്റും. നമ്മളെന്തോ പുതിയൊരു കുത്തുബിയത്തിലെ എന്തോ വിക്ർ തുടങ്ങിയ മാതിരി ഉണ്ട്. ഹയ്യ് എന്ന് പറഞ്ഞാൽ ജീവനുള്ള മലക്കും ജീവനുള്ള ജിന്നും. പിന്നെ ഹാദിർ എന്ന് പറഞ്ഞാൽ അവിടെ പ്രസന്റ് ആയിട്ടുള്ള, ഹാജറായിട്ടുള്ള,
നമ്മള് ചെറിയ മുണ്ടത്തിന് ഇത് നേരത്തെ വായിച്ചില്ലേ, വിജനപ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള, അതാണ് ഹാലർ. അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ, അതാണ് ഖാദിർ. അപ്പൊ അവർ കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ചെയ്തു കൊടുക്കാൻ കഴിയുന്ന കാര്യ ചോദിക്കുന്നത്, അതല്ലാതെ പ്രാർത്ഥന അതിൽ വരുന്നില്ല. അതുകൊണ്ടാണ് ശിർക്കല്ല എന്ന് പറയുന്നത്. പിന്നെ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി എന്താ പറഞ്ഞത്? അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സിൽസിലത്തു സഹീഹയില് അദ്ദേഹം ഈ ഹദീസ് ചർച്ച ചെയ്തുകൊണ്ട് പറഞ്ഞു, വറവാഹുൽ ബൈഹഖി ഫി ശഅബി മൗഖൂഫൻ കമാ യഅതി. ശഅബുൽ ഈമാൻ എന്ന ഗ്രന്ഥത്തിൽ ബൈഹഖി പറയുന്നു ഇത് മൗഖൂഫാണ്. ഫഹാദൽ ഹദീസ് ഇദാ സഹഹ, ഈ ഹദീസ് സഹീഹായാൽ തന്നെ യുഅയ്യിനു അന്നൽ മുറാദ ബിഖൗലിഹി ഫിൽ ഹദീസിൽ അവൽ യാ ഇബാദല്ലാഹ് ഇന്നമാ ഹുവൽ മലായിക. അപ്പോൾ ആദ്യത്തിൽ പറഞ്ഞ ഹദീസിലെ ഇബാദല്ലാഹ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം മലക്കുകൾ മാത്രമാണ്. ഫലാ യജൂസു അൻ യുൽഹഖ ബിഹിം അൽ മുസ്ലിമൂന മിനൽ ജിന്നി അവിൽ ഇൻസു മിമ്മൻ യുസമ്മൂനഹും ബിരിജാലിൽ ഗൈബി മിനൽ ഔലിയാഇ വസാലിഹീൻ. മുസ്ലിം ജിന്നുകളോ അല്ലെങ്കിൽ ഔലിയാക്കളിലും സാലിഹികളിലും പെട്ട റിജാലുൽ ഗൈബ് എന്ന് പറയപ്പെടുന്നവരോ അങ്ങനെയുള്ള മനുഷ്യരോ ഈ മലക്കുകളോട് ചേർത്തി പറയപ്പെടാൻ പാടില്ല. സവാഉൻ കാനു അഹ്യാഅൻ ഔ അംവാതൻ, അവർ ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരിച്ചുപോയവരാകട്ടെ. ഫൈനൽ ഇസ്തിഗാസത ബിഹിം വതലബൽ ഔനി മിൻഹും, അങ്ങനെയുള്ളവരോട് ഈ പറഞ്ഞ റിജാലുൽ ഗൈബ് അതുപോലെ തന്നെ മുസ്ലിം ജിന്ന് ഇവരോട് ഇസ്തിഗാസ നടത്തലും സഹായം തേടലും ശിർക്കും ബയ്യിനുൻ, വ്യക്തമായ ശിർക്കാണ്. കാരണം എന്താ? ലിഅന്നഹും ലാ യസ്മഊന ദുആ, അവർ വിളി കേൾക്കുന്ന ദൂരത്തിലില്ല, അവർ വിളി കേൾക്കുന്നില്ല. ഇത് വെച്ചിട്ടിപ്പോ മേൽഭാഗം വായിക്കൂല. കണ്ടോ, റിജാൽ ഗൈബും ജിന്നും ഉദ്ദേശിച്ചാൽ ശിർക്കാണെന്ന് അൽബാനി പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ മലക്കാണെന്ന് ഉദ്ദേശിച്ചാലോ? അത് അൽബാനി പറഞ്ഞു. മലക്കാണെന്ന് ഉദ്ദേശിച്ചാൽ ശിർക്കാവൂല എന്നാ ഈ വാചകത്ത് കിട്ടുക. മനസ്സിലായില്ലേ? അപ്പൊ കാരണം എന്താ പറഞ്ഞത്? മലക്കാണെന്ന് ഇബ്നു അബ്ബാസിന്റെ ഹദീസിൽ വ്യക്തമായി പറഞ്ഞു. അപ്പൊ മലക്ക അവിടെ ഉണ്ട് എന്ന് ഹദീസ് കൊണ്ട് കിട്ടി. ജിന്നും റിജാൽ, മുസ്ലിം ജിന്നും റിജാൽ ഗൈബ് ഉണ്ടെന്ന് ഹദീസിലില്ല. അവരവിടെ പ്രസന്റ് ആണെന്നുണ്ടെങ്കിൽ തെളിവില്ല. അതാണ് അൽബാനിയുടെ വാദം. അപ്പൊ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ മലക്കുണ്ട് എന്ന് വിചാരിച്ച് വിളിച്ചാൽ ശിർക്കല്ല. റിജാലുൽ ഗൈബോ മുസ്ലിം ജിന്നാണെങ്കിൽ ശിർക്കാണ് എന്നാണ് അൽബാനി പറഞ്ഞിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ യാ ഇബാദല്ലാഹ് ഈനൂനി എന്ന ഹദീസിൽ പറഞ്ഞ വിളി എന്ത് മലക്കായാലും ജിന്നാലും എന്നാലും ശിർക്കാണ് എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇവിടെ ലജ്ന ദായിമയുടെ ഫത്വ വായിച്ചിട്ടാണ് അത് ശിർക്കാണെന്ന് സ്ഥാപിക്കാറുള്ളത്. എന്നാൽ ലജ്ന ദായിമയുടെ റഈസായ ശൈഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഈ ഹദീസിനെ സംബന്ധിച്ച് അദ്ദേഹം എന്താ പറഞ്ഞത്? മഹല്ലു നദരിൻ ഫീ സിഹ്ഹതിഹി, അത് സഹീഹാണോ എന്ന കാര്യത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്, ആലോചിക്കേണ്ടതുണ്ട്. അത് സഹീഹല്ല എന്ന് മാത്രമല്ല, അത് പറഞ്ഞ ശേഷം അദ്ദേഹം പറയുന്നത്, അതിന്റെ സിഹ്ഹത്തിന് പറഞ്ഞ ശേഷം ഇതൊരിക്കലും തന്നെ ഗായിബീങ്ങളോടുള്ള വിളിയല്ല. കാരണം എന്താ? ഹാദിരീങ്ങളോടുള്ള വിളിയാണ്. ഞാനിത് പറയാൻ കാരണം ലജ്ന ദായിമയുടെ ഫത്വ വായിച്ചുകൊണ്ടാണ് ഇപ്പോൾ ചില ആളുകൾ കണ്ടോ അൽബാനി ശിർക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, അൽബാനി ശിർക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാറുള്ളത്. അൽബാനി ശിർക്കാണെന്ന് പറയുന്നത് അതിന്റെ മുകളിലുള്ള ജിന്നുകളെ സംബന്ധിച്ചാണെങ്കിൽ, അല്ല മലക്കുകളെ സംബന്ധിച്ചാണെങ്കിൽ ശിർക്കല്ല എന്നും അദ്ദേഹത്തിന്റെ വാചകത്തിൽ നിന്നും നമുക്ക് ലഭിക്കും. അതേ സമയത്ത് ശൈഖ് ഇബ്നു ബാസിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ഗായിബീങ്ങളോടുള്ള തേട്ടമല്ല, മറിച്ച് ഹാദിരീങ്ങളോടുള്ള തേട്ടമാണ്. അപ്പൊ അവരാരും പറഞ്ഞില്ല. ഇപ്പൊ പറഞ്ഞില്ലേ, ആര് പറഞ്ഞു? നമ്മൾ ലബ്ബാദാരി പറഞ്ഞതുപോലെ ഒരു പണ്ഡിതനും പറയാത്തതാണ്. ഇനി സുഹൃത്തുക്കളെ, ഇവർ തെറ്റിദ്ധരിപ്പിച്ച മറ്റൊരു വിഷയം, NV സാലിം എന്ന് പറയുന്ന ദമാമിലുള്ള നമ്മുടെ പ്രവർത്തകൻ, നിച്ച് ഓഫ് ട്രൂത്ത് ഒക്കെ സ്ഥാപിച്ച ഒരു എഞ്ചിനീയറാണ്. അദ്ദേഹം ഒരു ദാഇയാണ്. അദ്ദേഹം ഇന്റർനെറ്റിൽ പ്രസംഗിച്ചിരുന്നു ഈ വിഷയത്തിൽ. ജിന്നുകളോട് ഒരു സഹായം ചോദിക്കാൻ പാടില്ല, ഭൗതികം ചോദിക്കാൻ പാടില്ല, അഭൗതികം ചോദിക്കാൻ പാടില്ല. നമ്മളൊക്കെ പറയുന്നത് പോലെ തന്നെ ജിന്നെ സഹായിക്കണേ, വൈദ്യശേഖരെ രക്ഷിക്കണേ എന്ന് പറയുന്നത് പോലെ ജിന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കാണ്, യാതൊരു സംശയവുമില്ല. ഭൗതികം ചോദിക്കാൻ പാടില്ല, അഭൗതികം ചോദിക്കാൻ പാടില്ല, ഹാദിറുള്ള ജിന്നോട് ചോദിക്കാൻ പാടില്ല, ഗായിബുള്ള ജിന്നോട് ചോദിക്കാൻ പാടില്ല എന്ന് സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹം പ്രസംഗിച്ചു. പക്ഷേ അങ്ങനെ ഹാദിറായ ജിന്നിനോട് അതിൻ്റെ കഴിവിൽപ്പെട്ടത് അവരോട് ചോദിക്കാം എന്ന അഭിപ്രായമുള്ള ചില ആളുകളുണ്ട്. അങ്ങനെ തെളിവ് പറയുന്നത് എന്ന ആയത്താണ്. ഇവരതിൻ്റെ എടുത്തത് കണ്ടോ, ജിന്നിനോട് തേടാ പായത്തുണ്ട്, തേടാന്നല്ല പറഞ്ഞത്. അങ്ങനെ ചില ആളുകൾ സഹായം ചോദിക്കാം, അത് മുബാഹായ കാര്യങ്ങളിൽ, അനുവദിക്കപ്പെട്ട കാര്യങ്ങളിൽ, അത് തന്നെയും അവരുമായി ബന്ധപ്പെടുന്നത് ഹലാലായ മാർഗത്തിലൂടെയാണെങ്കിൽ എന്ന ഷർത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇപ്പൊ പറഞ്ഞെന്താ അറിയോ? പ്രസംഗം മാത്രല്ല, ഇപ്പൊ ഇന്റർനെറ്റിൽ ഇതാ സാലിമിന്റെ ലേഖനവും ഉണ്ട്. എന്നിട്ട് അതിനൊരു വാചകം മാത്രം വായിക്കും. എന്താ വാചകം എന്നറിയോ? 2 നിബന്ധനയോടുകൂടി ജിന്നുകളോട് സഹായം ചോദിക്കാമെന്ന് പറയുന്നുണ്ട്. അവ 1 ഹറാമായ കാര്യത്തിനോ
രണ്ട് ഹറാമായ മാർഗത്തിലൂടെയോ ആവരുത് എന്നുള്ളതാണ്. ഇത് ജിന്നുകളോട് ഭൗതിക കാര്യങ്ങളിൽ സഹായം ചോദിക്കുന്നതിന് തെറ്റില്ല മുസ്ലിം ജിന്നുകളോട് എന്ന് അഭിപ്രായപ്പെട്ട ചില പണ്ഡിതന്മാർ അഭിപ്രായം പറയാ. എന്നിട്ടോ അവിടെ നിർത്തിയില്ല. എന്നാൽ അധികം ആളുകളും തുടക്കത്തിൽ ഈ മാനദണ്ഡങ്ങൾ പാലിക്കുകയും പിന്നീട് അവർ ജിന്നുകളുടെ വാക്കുകൾക്ക് അടിമപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അങ്ങനെ ഷെയ്ഖ് സാലി ആലു ഷെയ്ഖ് ഹഫിളഹുല്ല ഈ ലേഖനത്തിൽ പറഞ്ഞ പോലെ അവർ ശിർക്കിൽ കൂപ്പുകുത്തും. അതുകൊണ്ട് ആ വാതിൽ തീർച്ചയായും അടയ്ക്കേണ്ടതാണ്. ഈ പണ്ഡിതന്മാരുടെ ഇങ്ങനെയുള്ള പരാമർശം കാരണം അവർ ശിർക്കിന്റെ പ്രചാരകരാണെന്നോ മുശിരിക്കായെന്നോ അഹ്ലുസുന്നയുടെ ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല എന്ന വസ്തുത ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്. ഈ ലേഖനത്തിൽ തന്നെ സ്ഥാപിക്കുന്ന എന്താ? ജിന്നുകളോട് സഹായം ചോദിക്കൽ നിഷിദ്ധം. ഇത് വായിച്ചിട്ട് അൻസുമലി പറയാണ്, കണ്ടോ ജനാബത്തുലിക്ക് എത്ര ഷർത്താ? 2 ഷർത്ത്. ജിന്നുകളോട് സഹായം ചോദിക്കാൻ എത്ര ഷർത്താ? 2 ഷർത്ത്. കണ്ടോ എവിടേക്കാ അവർ കൊണ്ടുപോണത് എന്ന് പറഞ്ഞിട്ട് സ്ഥാപിക്കുക. എന്തൊരു തട്ടിപ്പെന്നാലും ചോക്കി. തൊട്ട് ശാസ്ത്ര വാചകത്തിൽ അത് പാടില്ല, നിഷിദ്ധമാണ് എന്നാണ് പറയുന്നത്. ആ വാതിൽ അടക്കണം എന്നാ പറയുന്നത്. എന്നിട്ട് അത് അനുവദനീയമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ മുഖ്ബിലുൽ വാദഇ എന്ന് പറയുന്ന പണ്ഡിതൻ, മദീന യൂണിവേഴ്സിറ്റി അധ്യാപകനായിരുന്ന യമനിലെ മുഹദ്ദിസായിരുന്ന മുഖ്ബിലുൽ വാദഇയുടെ ഒരു വാചകം അത് ഉദ്ധരിച്ചുകൊണ്ടാണ് വതആവനുൽ ബിരി വത്തഖ്വ എന്ന ആയത്ത് അദ്ദേഹത്തിൻ്റെതായിട്ടാണ് ഉദ്ധരിച്ചത്. അത് തെളിവല്ല, നമുക്ക് തെളിവാക്കാൻ പറ്റുകയില്ല എന്നാണ് സാലിം അതിൽ പറയുന്നത്. പക്ഷെ അതുപോലും തെറ്റിദ്ധരിപ്പിക്കാണ്. ഇങ്ങനെയുള്ള തെറ്റിദ്ധരിപ്പിക്കലുകളാണ് വാസ്തവത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മുടെ വിശദീകരണ യോഗങ്ങൾ ഇവിടെ ഒരാൾ എഴുതി ചോദിച്ചിട്ടുണ്ട്, നിങ്ങളിപ്പോൾ ഇനി മണ്ഡലത്തിലേക്ക് ഇറങ്ങും, യൂണിറ്റിലേക്ക് ഇറങ്ങും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം പിന്നെ ഖുറാഫികളും ജമാഅത്തുകാരും നാട്ടിൽ പ്രചരിപ്പിക്കുന്ന ശിർക്ക് ഖുറാഫാത്തുകളെ ബോധവൽക്കരിക്കാൻ അതിനുള്ള ദഅവത്ത്, അതിനെപ്പറ്റി നിങ്ങളെ പ്ലാൻ എന്താണ്? അത് നടക്കും ഇൻഷാ അല്ലാ. ഇതൊരു റൗണ്ട്, ഒരു കൊല്ലം ഇവര് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചാൽ ആ തെറ്റിദ്ധാരണ തീരുന്നിടത്ത് നമ്മളത് നിർത്തുകയും നമ്മൾ നമ്മുടെ തൗഹീദി ദഅവത്തുമായിട്ട് ഇൻഷാ അല്ലാ മുന്നോട്ട് പോവുകയും ചെയ്യും. അല്ലാതെ മടവൂരികളുമായി കാലാകാലം വരെ പിന്നാലെ കൂടാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. ഇത് ഇൻഷാ അല്ലാ ഇതിനൊക്കെ പരിഹാരമുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആളുകൾക്ക് തെറ്റിദ്ധാരണകൾ തിരുത്തി കൊടുക്കുകയാണ്. പരമാവധി കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ് അവർ ചെയ്യുന്നത്. കൺഫ്യൂഷൻ ഇല്ലാതാക്കുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരാൾ ചോദിച്ചിരിക്കുന്നു, അനസ് മൗലവി കഴിഞ്ഞൊരു വിശദീകരണത്തിൽ ഇബ്നു ബാസിന്റെ ഫത്വ മുഴുവൻ വായിച്ചിട്ടില്ല എന്ന ആരോപണം. ബാക്കി ഭാഗത്ത് എന്ത് എന്ന് താങ്കൾ വായിച്ച് വിശദീകരിച്ചാലും അത് ഏത് ഫത്വയെ സംബന്ധിച്ചാണ് എന്നെനിക്ക് മനസ്സിലായിട്ടില്ല. ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ഫത്വ ഏതായാലും KJU ഉദ്ധരിച്ച ഫത്വ ലജ്ന ദായിമയുടെ ഫത്വയാണ്. അതൊരിക്കലും ഇപ്പോൾ KJU പറയുന്ന വിഷയത്തിന് തെളിവല്ല. അത് പല സ്ഥലത്തും ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, മഞ്ചേരിയിൽ വിശദീകരിച്ചു, തൃശ്ശൂർ കൊപ്രക്കളത്ത് വിശദീകരിച്ചു, കൊല്ലത്ത് വിശദീകരിച്ചു, എറണാകുളത്ത് വിശദീകരിച്ചു. ഇവിടെയൊക്കെ പുതിയ പുതിയ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലായിടത്തും ഒരു വിഷയമാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. വ്യത്യസ്ത വിഷയങ്ങൾ ഇതിനോട് ചേർത്തി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 2-3-4 ക്ലിപ്പ് എല്ലായിടത്തും ഉണ്ടാവും. അബ്ദുറഹ്മാൻ സലഫിൻ്റെ ആ ക്ലിപ്പും അതുപോലെ മണ്ണാർക്കാട് ഇങ്ങനെ 2-3-4 ക്ലിപ്പ് എല്ലായിടത്തും ഉണ്ടാവുമെന്ന് മാത്രം. ബാക്കിയുള്ള വിഷയങ്ങളിൽ വൈവിധ്യമുണ്ട്. കാസറ്റുകൾ നിങ്ങൾ വാങ്ങുകയും നിങ്ങൾ ശാന്തമായിരുന്ന് കേൾക്കുകയും പഠിക്കുകയും മറ്റുള്ള സഹോദരങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും വേണം. സുഹൃത്തുക്കളെ, ഒരു ജിന്നിനോടും ഒരു മലക്കിനോടും ഒരു സഹായവും ചോദിക്കാൻ പാടില്ല. ഭൗതികം ചോദിക്കാൻ പാടില്ല, അഭൗതികം ചോദിക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള മുയ്യദ്ദീൻ ശൈഖയെ രക്ഷിക്കണേ, ബദരീകളെ കാക്കണേ എന്നതുപോലെ ആരെങ്കിലും ജിന്നെ രക്ഷിക്കണേ, മലക്കെ കാക്കണേ എന്ന് പറഞ്ഞാൽ ശുദ്ധ ശിർക്കാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുറ്റമാണ്, അത് കുഫറാണ്, യാതൊരു സംശയവുമില്ല. ഒരു സഹായവും നമുക്ക് ചോദിക്കാൻ പാടില്ല. വിജനപ്രദേശത്തും ജനപ്രദേശത്തും അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത്, അവനോട് മാത്രമാണ് സഹായം തേടേണ്ടത്. എന്നാ സുഹൃത്തുക്കളെ, റമളാനിലെ ക്ലാസ്സിൽ പോലും നമ്മളെ KV അബ്ദുൽ ലത്തീഫ് മൗലവി തെറ്റിദ്ധരിപ്പിക്കുന്നത് കേട്ടോളൂ. നമ്മൾ വിജനപ്രദേശത്ത് അല്ലല്ലാത്തോട് ദുആ ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ട്. ലോകത്ത് ഇനി ആരോടും ദ്വാരക്കാൻ പാടില്ല, സഹായം തേടാൻ പാടില്ല. കേട്ടോ, ആരെങ്കിലും അഗീസൂനി അല്ലെങ്കിലോ അഈനൂനി എന്നൊക്കെ പറഞ്ഞു വന്നാൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈനിന്റെ തഫ്സീറിലോ റസൂലുള്ളാഹിന്റെ തഫ്സീറിലോ വിശദീകരണത്തിലോ ഇവരോട് ജിന്നുകളോടോ ശൈത്താനോടോ പ്രാർത്ഥിക്കാമെന്ന് പറയാൻ നാളിതുവരെ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. പറഞ്ഞ ആളുകളൊക്കെ ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. ഇബ്ലീസിനെയും ശൈത്താനെയും ശത്രുവായി കാണാത്തവരാണ്. അള്ളാനെ മാത്രം ആരാധിക്കാൻ അള്ളാഹ് എന്താ മരുഭൂമിയിൽ സഹായിക്കാൻ കഴിയില്ലേ? അള്ളാഹ് കഴിഞ്ഞിപ്പോയോ? എന്താ അവർ വിചാരിച്ചതിനെ പറ്റി? അള്ളാഹ് കഴിഞ്ഞോ? ക്ഷീണിച്ചോ? മരുഭൂമിയിലെത്തിയ ജിന്നിനോട് ചേർക്കാൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇന്നുവരെ നാളിതുവരെ നെഞ്ചിൽ കൈവച്ച് പറയണം, അള്ളാന്റെ ശത്രുവാണവൻ, ദീനിന്റെ ശത്രുവാണവൻ. ലൈഫായ ഹദീസായാലും അമൽ ചെയ്യാണ്. ആരെ പഠിപ്പിച്ചെന്നത്? ഏത് ശറയിലുള്ളത്?
എവിടുന്നോ വന്നിട്ട് കുട്ടികൾ പറയാ എന്തിനും ആളെ കിട്ടും. അതപ്പോഴത്തെ കാലം. സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിച്ചു വെച്ചിട്ട് എന്താ അറിയോ, നമ്മളിപ്പോ വിജനപ്രദേശത്തും മരുഭൂമിയിലും ഒറ്റപ്പെട്ട സ്ഥലത്തൊക്കെ അള്ളാനെ വിളിക്കണ്ട, ജിന്നെ കാക്കണേ എന്നാ പറയുന്നത് എന്ന് സാധാരണക്കാരുടെ മുമ്പിൽ പച്ച നുണ പറഞ്ഞിട്ട് മൗലവിമാര് ആളുകളെ കൂടെ നിർത്താൻ നോക്കുകയാണ്. പരിശുദ്ധ റമദാനിൽ പോലും പച്ചക്കളവ് പറഞ്ഞിട്ട് ഇയാളാണത്രേ ഖുർആൻ പഠിപ്പിക്കുന്ന ഡയറക്ടർ. എന്തിനാണ് ഇവരൊക്കെ ഖുർആൻ പഠിപ്പിക്കണത്? പച്ചക്കളവല്ലേ പറഞ്ഞത്? അല്ല കൊയങ്ങിയോ? നമുക്ക് പോരെ, അല്ല പോരെ. എന്തിനാ ജനപ്രദേശിച്ചു? അല്ല പോരെ. അപ്പൊ നമ്മൾ ആരൊക്കെ അല്ലല്ലാത്തോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നുണ്ടെന്ന ശുദ്ധ അസംബന്ധം കളവ് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടാണ് സുഹൃത്തുക്കളെ ഇപ്പൊ പ്രചരിപ്പിക്കുന്നത്. പിന്നെ എന്നെ കുറിച്ചുള്ള വലിയൊരു ആക്ഷേപം, ഇഫ്ലുർ റഹ്മാൻ എന്ന് പറയുന്ന ഒരാളടുത്തേക്ക് ഞാൻ ഒരാളെ ചികിത്സക്ക് അയച്ചു എന്നാണ്. വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു സംഭവമാണ്. ഈ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും റുഖിയ ശർഇയ്യ ചർച്ചയാവുകയും ചെയ്യുന്നതിന് മുമ്പുണ്ടായ ഒരു സംഗതിയാണിത്. അല്ലാതെ ഞാൻ അദ്ദേഹത്തിന്റെ റിക്രൂട്ടിംഗ് ഏജൻസിയോ ഒന്നുമല്ല. അദ്ദേഹം ഒരു KNM-ന്റെ പ്രവർത്തകനായിരുന്നു, KNM-ന് വേണ്ടി വാദിച്ചിരുന്ന ആളായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ചികിത്സ ചെയ്യുന്നുണ്ട്. എനിക്കും അതിനെപ്പറ്റി വിശദമായിട്ടൊന്നും അറിയുന്ന കാലല്ല, KNM-ഉം അത് ചർച്ച ചെയ്ത വിഷയമല്ല അന്നത്തെ കാലം. അതെടുത്ത് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുക. അപ്പോൾ വേറൊന്നും കിട്ടാത്തത് കൊണ്ട് ഇപ്പൊ അനസ് മൗലവി സുബൈർ ഡോക്ടറെ കൊണ്ട് ചികിത്സക്ക് പോയിട്ടുണ്ട്. ഇന്നലെ ഞാൻ എറണാകുളത്തെ ക്ലിപ്പിട്ടു. ഒരു പ്രവർത്തകൻ വിളിച്ചു, അനസ് മൗലവി ഇങ്ങനെ സക്കരിയ സലാഹിയെ പറ്റി വല്ലാതെ പറയുന്നുണ്ടല്ലോ, അനസ് മൗലവി എന്നെ കൂട്ടിക്കൊണ്ടുപോയതല്ലേ, സക്കരിയ സലാഹിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, എന്തിനാ പിന്നെ അങ്ങോട്ട് അയച്ചത്? അനസ് മൗലിക്ക് ഖുർആൻ ഓതാൻ അറിയായിട്ടാണോ എന്നെ കാറിൽ കൂട്ടിക്കൊണ്ടുപോയത്? എന്നിട്ട് കൂട്ടിക്കൊണ്ടുവന്ന് തിരിച്ചാക്കി തന്നത്? ആരാ പറയുന്നത്? സുബൈർ ഡോക്ടർ. സുബൈർ ഡോക്ടർ ഇത്രയും കൂടി പറഞ്ഞു. ഞാൻ ഇനി കുറച്ചും കൂടി പറയും. പലരെ പറ്റി എനിക്ക് പറയാണ്ട്. ഒരുപാട് മുജാഹിദീങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഓലൊന്നും ഖുർആൻ ഓതാൻ അറിയാത്തവരൊന്നല്ല, ഹാഫിലീങ്ങൾ വരെ വന്നിട്ടുണ്ട്. ഞാൻ ഒരു മാസം കഴിഞ്ഞ് നാട്ടിൽ വരുന്നുണ്ട്, അനസ് മൗലിനോട് പറഞ്ഞേക്ക് കേട്ടില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ഇതെന്തോ ഒരു വലിയ ഭൂന്നാക്കിയിട്ട് സക്കരിയ സലാഹിനെ അങ്ങോട്ട് ഊതി പറപ്പിക്കാനുള്ള പരിപാടിയാണ്. അതൊന്നും നടക്കൂല. ഇപ്പൊ നമ്മളെ ജില്ലാ സെക്രട്ടറി ഉണ്ടല്ലോ ഇസ്ഹാഖ് അലി, മൂപ്പരിപ്പോ ഇതും പ്രചരിപ്പിച്ചിട്ടാണല്ലോ ഇപ്പൊ ജില്ലാ സെക്രട്ടറി ആയത്. മൂപ്പര് ഹജ്ജിന് പോയപ്പോ ഒരു ജിന്നിറക്കിയ കേസുണ്ട്. അതും കൂടി ഒന്ന് പറയാം. നമ്മുടെ ഒരു സഹോദരന്റെ ഉമ്മാക്ക് ഒരു പ്രശ്നം ഹജ്ജിന് പോയപ്പോ ഉണ്ടായതാ. അപ്പൊ എല്ലാവരും ഇങ്ങനെ നിസ്കരിക്കാൻ പോണിന്റെ അവിടെ തന്നെ ഇങ്ങനെ കടത്തിയിട്ട് ഒരു ടീം നിന്ന് ചികിത്സിക്കുക, ജിന്ന് ചികിത്സ. അതിലാരുണ്ട്? ബഹുമാനപ്പെട്ടു പോയ നമ്മളെ ജില്ലാ സെക്രട്ടറി ഉണ്ട് ഇസ്ഹാഖ് അലി കല്ലിക്കണ്ടി. മൂപ്പരിങ്ങനെ പറയാ, ആരാണ് നീ, എന്തിനാണ് വന്നത്, പോകണം പോകണം. അപ്പൊ ഈ പെണ്ണിങ്ങനെ പറയാത്രേ, സുന്ദരിയായ പെണ്ണിനെ നോക്കി രസിക്കല്ലേ, പറയുന്നത് ശൈത്താനാണ്. ബാക്കിയും പറഞ്ഞത് ഞാൻ പറയണില്ല. ഉറപ്പാ ഇത് ജിന്നാണ്. ആര്? ഇസ്ഹാഖ് അലി. ഹജ്ജിന് പോയ ആളുകൾ പറഞ്ഞതാ, തെളിവാണെങ്കിൽ ഞാൻ ഇവിടെ ഹാജരാക്കും. ഒന്ന് ഓർമ്മിപ്പിച്ചതാണ് ഇസ്ഹാഖ് അലിനെ. കാരണം എന്താ അറിയോ, ശരീരത്തിൽ ജിന്ന് പ്രവേശിക്കും, ജിന്നുബാധ ഉണ്ട് എന്ന് എപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. അത്രയെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുകയും ജമിയത്തുൽ ഉലമയുടെ ബുക്കിൽ അവിടേക്കെങ്കിലും എത്തിയല്ലോ. ജിന്ന് കയറും, ജിന്നുബാധ ഉണ്ടാവും, രോഗം ഉണ്ടാകും, അവിടേക്കെങ്കിലും ജില്ലാ സെക്രട്ടറി ഒക്കെ എത്തിയല്ലോ. അതിനുവേണ്ടി ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഇല്ലാത്ത വാദങ്ങൾ പറഞ്ഞിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൽ കുഴപ്പമുണ്ടാക്കിയിട്ട് അധികാരം പിടിക്കാൻ വേണ്ടി കള്ളപ്രചരണം നടത്തിയിട്ട് തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള മാറിയാബർക്ക് ജിന്നും സീറും ഒക്കെ